കോളേജ് ക്യാമ്പസിലെ സൗഹൃദവും പിണക്കവും കലഹവും ഒടുവിൽ വിമൻസ് കോളേജിലേക്ക് എത്തിയ ശ്യാമുമായി ഉള്ള പ്രണയവും ഒടുവിൽ ശ്യാം കാനനശാലയിൽ ആടുമയ്ക്കാൻ അന്നമ്മയും കൊണ്ട് പോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ ജീവിതം എന്താണെന്ന് നോക്കാം. ഒപ്പം ശ്യാമിൻ്റെയും കൂട്ടുകാരുടെയും ജീവിതം എന്താണെന്ന് നോക്കാം. കോളേജ് ക്യാമ്പസിലെ പ്രണയത്തിന് ശേഷം ആനും ശ്യാമും അങ്ങനെ ഒന്നിച്ചു. ഇരുവരും ഇപ്പോൾ കൊച്ചിയിൽ തന്നെ സെറ്റിൽഡാണ്. ആനിനും ശ്യാമിനും ഒരു മകനാണുള്ളത്. ശ്യാമിൻ്റെയും ആനിൻ്റെയും മകനാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, കയ്യിൽ അച്ഛൻ്റെ അമ്മയുടെ ആ പഴയ കുസൃതി സ്വഭാവം എല്ലാം അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അനുജ ടീച്ചറും ശ്യാമിൻ്റെയും ആനിൻ്റെയും കൊച്ചുമകനോടൊപ്പം തന്നെ സന്തോഷകരമായി തന്നെ ഉണ്ട്. മത്തായിച്ചനും ഇവരോടൊപ്പം തന്നെ വളരെ ഹാപ്പി ആയിട്ടുണ്ട്. മത്തായിച്ചനും ശ്യാമും ഒന്നിച്ചാണ് ബിസിനസ് എല്ലാം നോക്കുന്നത്. മത്തായിച്ചനും കൊച്ചുമകനുമാണ് ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സും. രഞ്ജുവും നന്ദുവും വളരെ സന്തോഷമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഇരുവർക്കും ഒരു മകളാണുള്ളത്. ഫാഷൻ ഡിസൈനിങ്ങും മോഡലിങ്ങും ഒക്കെ ആയിട്ട് രണ്ടുപേരും മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോഴും ചോക്ലേറ്റ് കപ്പിൾസ് തന്നെയാണ് രഞ്ജുവും നന്ദനയും. പപ്പനും കൂട്ടുകാരും യൂട്യൂബ് ചാനലും ബ്ലോഗും ഒക്കെ ആയിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. ശ്യാമിൻ്റെ ആനിൻ്റെയും മകൻ്റെ 10th ബർത്ത്ഡേ സെലിബ്രേഷൻ. എല്ലാവരും ചേർന്ന് ബർത്ത്ഡേ നല്ല ഗംഭീരമായി തന്നെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ബർത്ത്ഡേ സെലിബ്രേഷന് ശ്യാമിൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട്സായ പഴയ കോളേജിലെ പ്രിൻസിപ്പളും അഞ്ജലി ടീച്ചറും എത്തിയിട്ടുണ്ടായിരുന്നു. ആനുമായിട്ടുള്ള കല്യാണം മുടങ്ങിയെങ്കിലും മാനുവലും ശ്യാമും ആനും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. നന്ദനയും രഞ്ജു മകൾക്കൊപ്പം ബർത്ത്ഡേ സെലിബ്രേഷൻ. കോളേജ് ക്യാമ്പസിലെ പിണക്കമൊക്കെ അവിടെ കഴിഞ്ഞു. പ്രീതയും ആൻ മാത്യൂസും ഇപ്പം നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ശ്യാമും പപ്പനും ഗ്യാങ്ങും രഞ്ജുവും മാനുവലും എല്ലാവരും ചേർന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ തിരക്കിലാണ്. കുറച്ച് വൈകിയാണെങ്കിലും സുസമയം എത്തി. ആള് വലിയൊരു തിരക്കുള്ള ബിസിനസ് വുമൺ ആണ്. ഇപ്പോഴും അൺമാരീഡ് തന്നെയാണ്. ഈ 3 ചോക്ലേറ്റ് ഗേൾസും ഇന്നും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ്. എന്നും ഈ ചോക്ലേറ്റ് സുന്ദരിമാരുടെ സൗഹൃദം ഇങ്ങനെ തന്നെ പോകാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതുപോലെ തന്നെ ശ്യാമിൻ്റെയും അന്നമ്മയുടെയും ജീവിതവും എല്ലാവരും ആഗ്രഹിച്ച ഒരു ലൈഫ് തന്നെയാണ് അവരുടേതും. ശ്യാമിൻ്റെ കഥ ഇവിടെ തീരുന്നില്ല. അവരുടെ ചോക്ലേറ്റ് പ്രണയം ഇന്നും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ രഞ്ജുവും നന്ദും ഇന്നും